തമിഴ് സിനിമയിലെ ഏറ്റവും വലിയൊരു താരമാണ് തളപതി വിജയ്. തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിലും അദ്ദേഹത്തിന് വലിയൊരു ആരാധക പിന്തുണ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞ കേരള ബോക്സ് ഓഫീസിനെ കത്തിക്കാൻ കെൽപ്പുള്ള രണ്ടേ പേരേ ഉള്ളൂ. അതിലൊന്ന് നമ്മുടെ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ, പിന്നെ മറ്റൊരാളാണ് വിജയ്, കേരളത്തിലെ ദത്തുപുത്രൻ. ഒരുപാട് ബ്ലോക്ക് ബസ്റ്ററുകൾ നൽകി ബോക്സ് ഓഫീസിൽ നല്ല ഒന്നാം തരം കത്തിക്കലാണ് വിജയ് എന്ന താരം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ തല കണ്ടാൽ മാത്രം മതി, ഡയറക്ടർ ആരാണെന്ന് പോലും നോക്കാതെ വിജയെ കാണാൻ വേണ്ടി മാത്രം ഒരു കൂട്ടം ആൾക്കാർ ഓടി വരും. പടം ഹിറ്റോ ആവറേജോ ഫ്ലോപ്പോ എന്തുമാവട്ടെ, വിജയ് എന്ന ബ്രാൻഡ് കാരണം സിനിമ 100% ലാഭം കൊയ്യും. എന്നാൽ ഇത്രയും വലിയ താരം വേണ്ടാന്ന് വെച്ച സിനിമകൾ പിന്നീട് ബ്ലോക്ക് ബസ്റ്റർ അടിക്കുകയും ആ സിനിമയിൽ കൂടി തന്നെ പല നടന്മാർ സൂപ്പർ താരങ്ങൾ ആവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിജയ് വേണ്ടാന്ന് വെച്ച സിനിമകളും അതിന്റെ കാരണങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്ദിയുണ്ടേ. ആദ്യത്തേത് 1999 പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ ത്രില്ലറായ മുതൽവൻ. ശങ്കർ എന്ന ബ്രഹ്മാണ്ഡ സംവിധായകൻ. നിങ്ങൾക്കെല്ലാം ഈ ശങ്കറിനെ അറിയൂ. പക്ഷെ ഒരു കാലത്ത് ഇദ്ദേഹം ചെയ്തു വെച്ച സിനിമകളുണ്ട്. ബ്രഹ്മാണ്ഡം എന്ന വാക്കിന് ഇന്ത്യൻ സിനിമ നൽകിയ ഒരു മറുപേരാണ് ശങ്കർ. കാരണം അന്ന് വരെ ഇന്ത്യൻ പ്രേക്ഷകർ കാണാത്ത വിധത്തിലുള്ള മാജിക്കൽ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ശങ്കർ സിനിമ. നായകന്റെ പേര് നോക്കാതെ ഡയറക്ടറിന്റെ പേര് നോക്കി ജനങ്ങൾ തിയേറ്ററിൽ കയറാൻ തുടങ്ങിയത് ശങ്കർ സിനിമകൾക്ക് ശേഷമാണ്. സാക്ഷാൽ കമൽഹാസന് പോലും നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത മുതലാണ് സാറേ ഈ ശങ്കർ. അഭിനയമോഹമായി സിനിമയിലെത്തി പിന്നീട് സംവിധായകന്റെ കുപ്പായം അണിഞ്ഞ ശങ്കർ ഒരു സിനിമാ വിഷയവുമായി നടൻ രജനീകാന്തിന്റെ അടുത്തേക്ക് എത്തി. ഒരു സാധാരണ ജേർണലിസ്റ്റിന് തമിഴ്നാട്ടിലെ CM-നെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടുന്നു. ആ ജേർണലിസ്റ്റിന്റെ മുള്ളുപോലത്തെ ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോയ CM അയാളോട് CM പദവിയിലിരുന്ന് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ ആവശ്യപ്പെടുന്നു. ആ ദൗത്യം ഏറ്റെടുക്കുന്ന ജേർണലിസ്റ്റും ശേഷം നടക്കുന്ന പൊളിറ്റിക്കൽ ത്രില്ലറുമാണ് കഥാവിഷയം. കഥ ഇഷ്ടപ്പെട്ടെങ്കിലും രജനീകാന്ത് അത് വേണ്ടെന്ന് വെക്കുന്നു. പ്രധാന കാരണം പൊളിറ്റിക്സ് തന്നെയാണ്. ആ സമയം രജനീകാന്ത് പൊളിറ്റിക്സിൽ വരുമോ ഇല്ലയോ എന്നുള്ള സംസാരം നടക്കുന്ന ഒരു സമയമായിരുന്നു. അത്യാവശ്യം രാഷ്ട്രീയ ഇടപെടലുകളും നടത്തിയിരുന്ന സമയം. ആ ഒരു സമയത്ത് CM ആയി അഭിനയിച്ചാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ രജനി അത് ഒഴിവാക്കി. ശേഷം ശങ്കർ ആ സ്ക്രിപ്റ്റുമായി ചെന്നെത്തിയത് പണ്ട് താൻ അസിസ്റ്റന്റായി വർക്ക് ചെയ്തിരുന്ന ചന്ദ്രശേഖറിന്റെ മകനായ വിജയുടെ അടുത്തേക്ക്. വിജയ് അന്ന് വളർന്നു വരുന്ന ഒരു താരമായിരുന്നു. പക്ഷെ വിജയും അത് വേണ്ടെന്ന് വെച്ചു. കാരണം രാഷ്ട്രീയം തന്നെയാണ്. ഒരു തുടക്കക്കാരനായ താൻ രാഷ്ട്രീയ കഥാപാത്രം ഏറ്റെടുക്കുന്നത് നല്ലതല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ആ റോൾ ചെന്നെത്തിയത് അർജുന്റെ കയ്യിൽ. അർജുൻ ആ കഥാപാത്രം ഗംഭീരമാക്കി മാറ്റി. അങ്ങനെ വിജയ് ഒഴിവാക്കി വിട്ട ആ ചിത്രം പിന്നീട് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ അടിക്കുകയും ചെയ്തു. ഈ സിനിമ അന്നേ വിജയ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചു മുമ്പേ വിജയ്ക്ക് ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു. അതുപോട്ടെ, തീർച്ചയായിട്ടും ആ കഥാപാത്രം അർജുൻ ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. മറ്റാരെയും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ഗംഭീരമാക്കി. രണ്ടാമത്തേത് 2001 പുറത്തിറങ്ങിയ ദീന. വിജയ് എന്ന താരത്തിന് ഫ്ലോപ്പുകൾ കൊണ്ട് നിറഞ്ഞ് കരിയറിന്റെ റോക്ക് ബോട്ടം മുട്ടി നിൽക്കുന്ന സമയത്താണ് AR മുരുകദോസ് എന്ന സംവിധായകൻ വിജയ്ക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ് കൊടുക്കുന്നത് തുപ്പാക്കി എന്ന സിനിമയിലൂടെ. എന്നാൽ AR മുരുകദോസിന്റെ ആദ്യ സിനിമയായ ദീന ചെയ്യുവാൻ അദ്ദേഹം ആദ്യം പോയി കാണുന്നത് വിജയെയാണ്. ഒരു ആക്ഷൻ പടമായിരുന്നു ദീന. ആ സിനിമയിൽ തന്നെ ഒരുപാട് ഇമോഷൻസും ഉണ്ട്. ചേട്ടനും അനിയത്തിയുമായിട്ടുള്ള ഇമോഷൻ, ചേട്ടനും അനിയനുമായിട്ടുള്ള ഇമോഷൻസ്. എന്നാൽ ഒരു നവാഗത സംവിധായകന് ആക്ഷനും ഇമോഷൻസും പ്രണയവും എല്ലാം ആദ്യ സിനിമയിലൂടെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമോ എന്ന സംശയത്തിലാവാം വിജയ് അത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ വിജയ് ഒഴിവാക്കി ആ സിനിമ കാരണം തല വരെ തെളിഞ്ഞത് മറ്റൊരാൾക്കാണ്. തല അജിത്തിന്. ആ സിനിമ അജിത്തിനെ ഒരു സ്റ്റാർ ആക്കി മാറ്റി. അങ്ങനെ അജിത്ത് ആ സിനിമയിലൂടെ തമിഴ് ആരാധകരുടെ തലയായി മാറി. ഒരുപക്ഷെ വിജയ് ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ തളപതിക്ക് പകരം തല എന്ന് അദ്ദേഹം അറിയപ്പെട്ടേനെ. ഒരു സിനിമ കാരണം ചരിത്രം തന്നെ മാറിപ്പോയേനെ. മൂന്നാമത്തേത് 2003 പുറത്തിറങ്ങിയ കാക്ക കാക്ക. മിന്നലെ എന്ന റൊമാൻറ്റിക് സൂപ്പർ ഹിറ്റിന് ശേഷം ഗൗതം വാസുദേവ് മേനോൻ ഒരു സ്ക്രിപ്റ്റുമായി വിജയുടെ അടുത്തേക്ക് എത്തി. പക്ഷേ ഒരു ആക്ഷൻ സിനിമ ഇപ്പൊ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും ഒരു ആക്ഷൻ സിനിമ ചെയ്യാൻ താല്പര്യമില്ലെന്നും ഒരു റൊമാൻറ്റിക് സിനിമ ചെയ്യാനാണ് താല്പര്യമെന്നും പറഞ്ഞ് വിജയ് അത് ഒഴിവാക്കി. ശേഷം ഗൗതം വാസുദേവ് മേനോൻ വിക്രമിനെ സമീപിച്ചു. പക്ഷെ ചില തിരക്കുകൾ കാരണം വിക്രമിന് അത് ചെയ്യാൻ പറ്റിയില്ല. ശേഷം അത് ചെന്ന് വീണത് ആ കഥാപാത്രം ചെയ്യുവാൻ വേണ്ടി ജനിച്ചതെന്ന് തോന്നിപ്പോകുന്ന ഒരാളുടെ അടുത്തേക്കാണ്. പിന്നെ പറയണ്ടല്ലോ, ആ സിനിമ കാരണം അദ്ദേഹത്തിന്റെ തലവരെയും തെളിഞ്ഞു. തീർച്ചയായിട്ടും കാക്ക കാക്ക സൂര്യക്ക് ഒരു ടൈലർ മെയ്ഡ് കഥാപാത്രമായിരുന്നു. ഒരു പരിധിവരെ ആ കഥാപാത്രത്തിന് വിക്രം യോഗ്യൻ തന്നെയാണ്. ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ വിജയ് വരുത്തിയത് വൻ നഷ്ടങ്ങളാണ്. നാലാമത്തെ സിനിമ 2003 തന്നെ പുറത്തിറങ്ങിയ ധൂൾ. കാക്ക കാക്ക ഒഴിവാക്കിയ അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ വിജയ് ധരണിയുടെ ധൂൾ എന്ന ആക്ഷൻ സിനിമ ഒഴിവാക്കി. പിന്നീട് ധരണി തന്റെ മുമ്പത്തെ സിനിമയുടെ നായകനായ വിക്രമിന്റെ അടുത്ത് ഈ കഥ പറയുന്നു. വിക്രം അതിന് സമ്മതിക്കുകയും ചെയ്തു. ശേഷം
പക്ഷെ ധൂൾ എന്ന സിനിമ പിന്നീട് കണ്ട വിജയ് ഞെട്ടി. കാരണം ധരണി തന്നോട് ആദ്യം പറഞ്ഞ കഥ പോലെ അല്ലായിരുന്നു അത് സിനിമയായി വന്നപ്പോ. സിനിമ കണ്ട ശേഷം വിജയ് ധരണിയെ വിളിച്ച് ഈ കാര്യം ചോദിച്ചു. അതിന് ധരണി പറഞ്ഞ മറുപടി, സാറ് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കഥ ഒത്തിരി ഡെവലപ്പ് ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ധൂൾ വരെ ഞാൻ എത്തിച്ചത്. ധൂളും അൻപേ ശിവവും വിജയുടെ വസീകരയും പൊങ്കൽ റിലീസായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, ധൂൾ ആ പൊങ്കല് നിസ്സാരമായിട്ട് കൊണ്ടുപോയി. ധൂൾ ഇഷ്ടപ്പെട്ട വിജയ് ധരണിക്ക് ഉടൻ തന്നെ ഡേറ്റ് നൽകി. അങ്ങനെ തൊട്ടടുത്ത വർഷം വിജയും ഒരു സൂപ്പർ സ്റ്റാറായി മാറിയ ഒരു സിനിമ ഇറങ്ങി. പിന്നീട് വരുന്ന സിനിമയാണ് 2005 പുറത്തിറങ്ങിയ സണ്ടക്കോഴി. ലിങ്കുസ്വാമി എന്ന സംവിധായകൻ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വിജയ് ഇത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. കാരണം നായക കഥാപാത്രത്തിനേക്കാൾ പ്രാധാന്യം രാജ് കിരൺ ചെയ്തു വെച്ച ആ കഥാപാത്രത്തിനാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ കഥാപാത്രം ചേരില്ല എന്നും പറഞ്ഞ് അത് വിജയ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. വിജയ് അത് ഒഴിവാക്കിയെങ്കിലും തലവരെ തെളിഞ്ഞത് വിശാലിന്റേതാണ്. വിശാലിന്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് സിനിമ തന്നെയാണ് സണ്ടക്കോഴി. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ ഇന്നും രോമാഞ്ചമാണ്. വർഷം 2007. മലയാളി നിർമ്മാതാവായ സ്വർഗചിത്ര അപ്പച്ചൻ വിജയുമായി നല്ല സൗഹൃദമുള്ള ഒരാളാണ്. വിജയുടെ ഹിറ്റ് സിനിമകളായ കാതലിക്ക് മര്യാദ, ഫ്രണ്ട്സ് പോലത്തെ സിനിമകളിൽ അപ്പച്ചനായിരുന്നു പ്രൊഡ്യൂസർ. ആ സൗഹൃദത്തിന്റെ പേരിൽ ഒരു സിനിമാ വിഷയമായി അപ്പച്ചൻ വിജയെ കാണുന്നു. ഒരു സൂപ്പർ ഹിറ്റ് മലയാള സിനിമയുടെ CD ആയിട്ടാണ് അപ്പച്ചൻ പോയത്. അങ്ങനെ വിജയും ഫാമിലിയും ആ സിനിമ കാണുന്നു. ജോഷി സംവിധാനം ചെയ്ത റൺവേ ആയിരുന്നു സിനിമ. പക്ഷെ എന്തോ വിജയ്ക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. റീമേക്ക് സിനിമകൾ അത്യാവശ്യം നല്ല വൃത്തിയോടെ ചെയ്യുന്ന ഒരു നടനാണ് വിജയ്. ഗില്ലി, പോക്കിരി, നൻപൻ, കാവലൻ പോലത്തെ സിനിമകളിൽ നമ്മളത് കണ്ടതാണ്. പക്ഷെ റൺവേ എന്തോ കാരണം കൊണ്ട് വിജയ്ക്ക് ഇഷ്ടമായില്ല. അങ്ങനെ അപ്പച്ചൻ വിജയുമായി മറ്റൊരു സിനിമ ചെയ്തു. ദാ ഇത് 8 നിലയിൽ പൊട്ടിയ നല്ല കൂറ സിനിമ. സിനിമ പൊട്ടിയെങ്കിലും ഇതിലെ എല്ലാ പാട്ടുകളും ഗംഭീരം തന്നെയായിരുന്നു. പക്ഷെ ഇത്രയും ബ്രഹ്മാണ്ഡ സിനിമകൾ ഒഴിവാക്കിയ വിജയ് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാറാണ്. ഇത്രയും അബദ്ധങ്ങളും പരാജയങ്ങളും സംഭവിച്ചിട്ട് എല്ലാം നല്ലതിനാണെന്നും നാളെ ഒരിക്കലും നമ്മുടെ ട്രെയിനും വരുമെന്ന് കാത്തുനിന്ന് വിജയിച്ച അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആണ്. തോൽവിയിൽ വീണു പോവാതെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുബായി. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള സിനിമാ വാർത്തകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് കമന്റിൽ അറിയിച്ചാൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം അത് ഞങ്ങൾ വീഡിയോസാക്കി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.